തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ 78.3% പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടക്കൈ ദുരന്തത്തിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തുകളിലും 3 നഗരസഭകളിലുമായി സജ്ജീകരിച്ച 828 ബൂത്തുകളിൽ ആകെ 6,47,378 വോട്ടർമാരാണുള്ളത്. ഇതിൽ 5,06,317 പേർ വോട്ട് രേഖപ്പെടുത്തി. കൽപ്പറ്റ നഗരസഭയിൽ 77.26%, മാനന്തവാടി നഗരസഭയിൽ 78.68%, സുൽത്താൻ ബത്തേരി നഗരസഭയിൽ 77.48% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ബൂത്തുകളിൽ 78.69%, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ബൂത്തുകളിൽ 79.21%, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിലെ ബൂത്തുകളിൽ 80.80%, പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ ബൂത്തുകളിൽ 75.14%മാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ചൂരൽമലയിൽ 2225 വോട്ടർമാരിൽ 1743 പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പോളിംഗ് ശതമാനം 79.47%. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ എത്രത്തോളം ദുരന്തബാധിതരെ ചേർത്ത് നിർത്തി എന്നതിനുള്ള മറുപടിയായിരിക്കും ഇത്തവണത്തെ ചൂരൽമലയിലെ വിധിയെഴുത്ത്. മീഡിയ 1 വയനാട്.